പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 2 തിമോത്തി 4:3 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ദൈവവചനത്തിൽ മായം ചേർത്ത് വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് കെട്ടുകഥകളാണ് വേണ്ടത്. കിട്ടുന്ന സമയം മുഴുവൻ മൊബൈലിലും TV ചാനലുകളും സമയം ചെലവഴിക്കുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ജനങ്ങൾ ആവേശം കൊള്ളുന്നു. സിനിമയും സീരിയലും കോമഡികളും മറിമായങ്ങൾ എല്ലാം കണ്ട് രസിക്കുകയാണ് മനുഷ്യൻ. എല്ലാ തിരക്കിനിടയിലും അവർ ഇതിനെല്ലാം വേണ്ടി സമയം കണ്ടെത്തുന്നു. TV ചാനലുകൾ മാറി മാറി കണ്ട് ആവേശം കൊള്ളുന്നു. ദൈവവചനം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും അവരുടെ കുറവുകൾ കണ്ടെത്താനും പരദൂഷണം പറയുവാനും നമ്മുടെ സമയം നാം കണ്ടെത്തുകയാണ്. വചനം വായിക്കുവാൻ ഇന്ന് ആർക്കും താല്പര്യമില്ല. യേശു പറഞ്ഞു, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന്. യേശു എനിക്കാരാണ്? എന്താണ് യേശു എനിക്ക് വേണ്ടി ചെയ്തത്? ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ വചനം എന്തിനു വേണ്ടിയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടിയാൽ, അത് നാം വിശ്വസിച്ചാൽ, വിശുദ്ധ പൗലോസ്ലീഹ പോലെ നമുക്കും പറയാൻ കഴിയും, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. യേശുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുന്നു എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം, വചനം ചിന്തിച്ചിരുന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിൽ അരമണിക്കൂറെങ്കിലും പല സമയത്തായിട്ട് ദൈവവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് സമയം കണ്ടെത്തണം. നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കണം. നാം യേശുവിൻ്റെ സ്വന്തമാകണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ദുരാശകളെ നാം അകറ്റി നിർത്തണം. നാവിനെ നിയന്ത്രിക്കണം. ജഡിക പാപങ്ങളിൽ നിന്ന് നാം അകന്ന് നിൽക്കണം. കാരണം ഇവയെല്ലാം ദൈവത്തിന് എതിരാണ്. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. എന്താണ് നിത്യജീവൻ? എന്താണ് രക്ഷ? യോഹന്നാൻ 17:3 എന്താണ് നിത്യജീവൻ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏക സത്യദൈവമായ അവിടത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുക എന്നതാണ് നിത്യജീവൻ. യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എന്താണ് ചെയ്തത്? പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മെ രക്ഷിക്കുവാനായി, സ്വർഗം തുറന്ന് തരുവാനായി, നിത്യജീവനിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാനായി, നമ്മുടെ പാപഭാരങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ചു. യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്. യേശുവിൻ്റെ തിരുരക്തത്താലാണ് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയപ്പെടുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. യേശു നമ്മുടെ പാപമോചന ദ്രവ്യമാണ്. നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷകൾ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി നമ്മെ രക്ഷിച്ചു. നമ്മുടെ ആത്മരക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല, കുരിശിൽ പീഡകൾ സഹിച്ച് മരിക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ ശരീര രക്തങ്ങൾ പങ്കുവെച്ച് തന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് നമ്മോടൊപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ ഇന്നും ജീവനോടെ നമ്മെ കാത്തിരിക്കുകയാണ്. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നൽകി യേശു നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നമ്മെ അനാഥരായി വിടുകയല്ല ചെയ്തത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാനായിട്ടാണ് നാം അനുദിനം പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.